തൃക്കേട്ട നാളുകാർക്ക് അഷ്ടമത്തിലെ വ്യാഴം ഒട്ടും തന്നെ നല്ലതല്ല. അതോടൊപ്പം 10-ൽ കേതുവുണ്ട്, 4-ാം ഭാവത്തിൽ രാഹുവുണ്ട്, 5-ൽ ശനിയുണ്ട്. ഇതൊന്നും തന്നെ കാര്യമായ ഗുണം ചെയ്യുന്നതല്ല. നിങ്ങളുടെ ജോലിയിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് പല പ്രയാസങ്ങൾക്ക് സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക നഷ്ടങ്ങൾ, കാര്യപരാജയങ്ങൾ ഇതെല്ലാം അനുഭവപ്പെടാവുന്ന സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പുതിയ ജോലിക്ക് ശ്രമിച്ചാൽ പെട്ടെന്ന് നടക്കണമെന്നില്ല. അന്യദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അതാത് മേഖലയിൽ പലതരത്തിലുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. വളരെ ശ്രദ്ധാപൂർവം സാഹചര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി വേണ്ടത് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് കാണുന്നുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് പഠനകാര്യങ്ങളിൽ അതീവ ശ്രദ്ധയോടുകൂടി തുടരേണ്ടത് വളരെ അത്യാവശ്യമാണ്. കച്ചവടക്കാർ സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ച് നടത്തണം. അല്ലാത്ത പക്ഷം പല ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും അനുഭവപ്പെടാവുന്നതായിട്ട് കാണുന്നുണ്ട്. കുടുംബത്തിൽ ചില പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. വളരെ ക്ഷമയോടെയും ശാന്തതയോടെയും അത് കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സംഭാഷണത്തിൽ നല്ല കരുതലും മിതത്വവും ശീലിക്കുന്നത് വളരെ ഗുണം ചെയ്യും. നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബ പരദേവതയുടേതായ ക്ഷേത്രങ്ങളോ കാവുകളോ ഉണ്ടെങ്കിൽ അവയുടെ ഇപ്പോഴുള്ള സ്ഥിതിവിശേഷം ശരിയായി പരിശോധിപ്പിച്ച് വേണ്ട പ്രതിവിധികൾ ചെയ്യുന്നത് നല്ലതാണ്. ഗൃഹാരൂഢ സ്ഥിതിയും നന്നായിട്ട് പരിശോധിപ്പിക്കുന്നത് വളരെ ഗുണം ചെയ്യും. ഗൃഹസംബന്ധമായ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും നീങ്ങി ഐശ്വര്യ സമൃദ്ധി ഉണ്ടാകുന്നതിന് മഹാസുദർശന കലശം പൂജ ചെയ്ത് സ്ഥാപിക്കുന്നത് ഗുണം ചെയ്യും. നിങ്ങളുടെ ജനന സമയത്തുള്ള ജാതകസ്ഥിതി വളരെ സമഗ്രമായി പരിശോധിപ്പിച്ച് ദശാകാലങ്ങൾ അറിഞ്ഞ് വേണ്ട പരിഹാരം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്.